നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയപ്പം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് മുട്ടയപ്പം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ രാത്രി കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിന് പച്ചരി കേട്ടോ, 1 കപ്പ് പച്ചരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ രാവിലെ ഇട്ട് വെച്ചാലും ഒരു 3-4 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാലും പച്ചരി കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരിയല്ല, ഇനിയിപ്പോൾ ബിരിയാണി, നെയ്ച്ചോറ് വെക്കണ അരി അങ്ങനത്തെ ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യട്ടോ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചോറാണ് കേട്ടോ, ഒരു 3/4 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത്, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള, അതിൻ്റെ പേര് തന്നെ മുട്ട സുർക്ക എന്നാണല്ലോ. അപ്പം മുട്ടയും ചേർത്ത് കൊടുക്കും. മുട്ട ചേർക്കാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. മുട്ട ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ മുട്ട ചേർത്തുകൊണ്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ മുട്ടയും ചേർത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ചേർക്കാതെ ചെയ്യുന്നവരുണ്ട്, എങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊണ്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും പിന്നെ വെള്ളം ഒഴിക്കുമ്പം നല്ല ഒക്കെ പുറത്തേക്കാണ് പോകുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതിനനുസരിച്ച്, പിന്നെ കൂടുതലൊന്നും വെള്ളം ചേർക്കണ്ട കേട്ടോ, ആവശ്യമായ വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ അത് നന്നാക്കി ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനാക്കി, നല്ല നമ്മളിപ്പോൾ ഓട്ടടൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു പരുവത്തിലാക്കിയിട്ട് അരച്ചെടുക്കും കേട്ടോ. നന്നായി ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. തേങ്ങയും അതുപോലെ ചോറും അരിയൊക്കെ ഒന്നായിട്ട് നന്നായി മിക്സായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സമയം ഇല്ലെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കുക, അതല്ല ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടി ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇത് പെർഫെക്റ്റായിട്ട് അരച്ചെടുക്കലും പിന്നെ ഒക്കെ ചെയ്താൽ നല്ല മുട്ട സുർക്ക ഉണ്ടാക്കിയെടുക്കട്ടെ നമുക്ക്. ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിനി ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഇത് ചേർത്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ പിന്നെ കയ്യിൽ പാർന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ അപ്പത്തിൻ്റെ റെസിപ്പി എന്ന് ഞാൻ പറയാം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, പിന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിന്. ഇത് കഴിക്കാൻ പിന്നെ ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും കേട്ടോ. അത് ഏതൊരു സംഭവത്തിനും ആദ്യം ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. ഉള്ളത് പോലെ തന്നെ പറയണമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം തന്നെ മനസ്സിലാവില്ല, ആദ്യത്തത് എങ്ങനെയായാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സംഭവങ്ങളാണ് ആദ്യം പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതങ്ങനെ പോയി, പിന്നെയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റാണ് എല്ലാം എന്നല്ല പറയുന്നത് കേട്ടോ, എങ്കിലും ഒരു ഷേപ്പിനൊക്കെ ഒരു മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 2-3 ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതാണ് നല്ല പെർഫെക്റ്റായ മുട്ടപ്പം, മുട്ട സുർക്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്ത് നേരെ അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ. കുറഞ്ഞ ഇതിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല, നല്ല അടിപൊളിയായിട്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അധികം എണ്ണ ഒന്നും കുടിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ ഇതാണ് നമ്മളെ മുട്ട സുർക്ക. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉള്ളത്. ചിക്കൻ കറി അതേപോലെ ബീഫ് കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.